വർഗീയ പരാമർശങ്ങളെയും വിദ്വേഷ രാഷ്ട്രീയത്തെയും അതിശക്തമായി എതിർത്തു പോന്ന പാരമ്പര്യമാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേത്, പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളുടേത്. എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം 4 തവണ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവ് മാരക പ്രഹരശേഷിയുള്ള വർഗീയ പരാമർശങ്ങളുമായി എത്തിയിട്ടും ഇടതുപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണേണ്ടി വന്നത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിലും ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നു. 10 വർഷങ്ങൾക്ക് മുൻപും കോഴിക്കോട് നഗരത്തിലെ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ്റേത് മനുഷ്യത്വമില്ലായ്മയാണെന്നും വർഗീയ വിഷം വമിപ്പിക്കുന്ന കേരള തൊഗാഡിയാണ് വെള്ളാപ്പള്ളി എന്നുമായിരുന്നു പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ തുറന്നടിച്ച നേതാവായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ഇന്ന് പല തവണ വർഗീയ വിഷം ചീറ്റിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ മാ എന്ന് 2 അക്ഷരം പോലും പറയാൻ CPIM നേതൃത്വമോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല. ഈ വന്ന ആളെ എനിക്കറിയാം, റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന് പ്രമുഖ നേതാവാണ്. അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ്. സാമുദായിക സംഘടനകളുടെ കരുത്തിൽ അധികാരം കയറിയ ചരിത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച NSSനെ പോലും ഞെട്ടിച്ചാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതും. അക്കാര്യം അഭിമാനത്തോടെ പറഞ്ഞവരായിരുന്നു ഇടതുപക്ഷ പ്രവർത്തകർ. പക്ഷേ 3ാം ഭരണം എന്ന ആഗ്രഹത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ പറയാൻ CPIM ഭയപ്പെടുകയാണോ? കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? സാമുദായിക സംഘടനകളുടെ കൂടി പിന്തുണയിൽ LDF 3ാം വരവിന് ഒരുങ്ങുന്നു എന്നായിരുന്നു അത്. സാമുദായിക സംഘടനകളുടെ പിന്തുണയെ എന്നു മുതലാണ് CPIM അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് എന്ന ചോദ്യം ബാക്കി നിൽപ്പുണ്ട്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മുൻപും CPIM അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിമർശിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം CPIM വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉയർത്തിയിട്ടുമുണ്ട്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയോ നിലപാടോ വിമർശനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പല പ്രസ്താവനകളും അതിരുകടന്നിട്ടും ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും CPIM നേതാക്കളിൽ നിന്നോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് ഉറച്ചു പറയാൻ തയ്യാറായ പാർട്ടി സെക്രട്ടറി വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ തിരുത്തുമോ എന്ന് നോക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. വർഗീയ പരാമർശത്തെ തള്ളിപ്പറയാനും കേസെടുക്കാനും എന്തുകൊണ്ടാണ് CPIM ആർജവം കാണിക്കാത്തത്? ഞാൻ ജാതി പറയും എന്ന് പറയുന്ന ഒരാളുമായി CPIMന് തോളിൽ കൈയിട്ട് നടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകന്റെ പേര് വെച്ച് അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിഷം വമിക്കുന്ന നിലപാടിനെ CPIMന് പിന്തുണയ്ക്കാനാകുമോ? വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടല്ല ആ സമുദായത്തിന്റെ മൊത്തം നിലപാട് എന്നറിഞ്ഞിട്ടും എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? വോട്ട് മുഖ്യം എന്നാണെങ്കിൽ ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടുകളോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അധികാര കസേര മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നത് CPIM മറന്നുപോകുന്നതാണോ? പാർലമെന്ററി ജനാധിപത്യ പ്രവർത്തനത്തിനപ്പുറം ചില കടമകൾ ഇടതുപക്ഷത്തിന് നിർവഹിക്കാനുണ്ട്. അപ്പോഴും വർഗീയ പരാമർശം തിരുത്തണം എന്ന DYFI സ്വീകരിച്ച നിലപാട് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 10 വോട്ടിനും 4 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റുന്നവരോ സാമുദായിക സംഘടനകളുടെ പിറകെ പോകുന്നവരോ ആയിരുന്നില്ല മുൻകാലത്ത് ഇടതുപക്ഷം. എന്നാൽ അത്തരം ആശയ ദൃഢത ഇടതുപക്ഷത്തിന് ഭൂതകാല കുളിർമ മാത്രമാവുകയാണോ? വെള്ളാപ്പള്ളിക്ക് മൂക്കുകയറിടാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഉയരുന്ന നിരീക്ഷണങ്ങൾ.